quantum harmonic oscillator. Okay, discrete system ആണ്, one dimension ആണ് നമ്മൾ എടുക്കുന്നത്. One dimension എടുക്കുമ്പോൾ we don't have to worry about degeneracies. Okay, you don't have to worry about degeneracy. Okay, there's no worry about degeneracy. Degeneracy ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വൺ ഡയമെൻഷൻ ഡീജനറസി ഇല്ല അല്ലെ. n equal to 1 എന്ന് പറയുകയാണെങ്കിൽ n equal to 0 എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആണ്. അതേസമയം 3 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു എനർജി സ്പെസിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ കഴിയും. there are a number of states corresponding to any value of energy generally. Okay, right, except for so the energy eigenvalues of one dimensional harmonic oscillator are given by epsilon n is equal to n plus half h cross omega, and n can take values 0, 1, 2, 3, etc. All right, നമ്മൾ assume ചെയ്യുന്നത് ഈ harmonic oscillators തമ്മിൽ interact ചെയ്യുന്നില്ല. We are just considering a large number of harmonic oscillators which do not interact. Okay? There is no interaction term here. Okay? Now we are supposed to find the partition function, entropy, Helmholtz free energy, internal energy, specific heat at constant volume, lower temperature and higher temperature case. Okay, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്, എക്സാക്ട്ലി സെയിം രീതിയിലാണ് ഈ പ്രോബ്ലം മുന്നോട്ട് പോവുക. അത് നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പാർട്ടീഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ വൺ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എടുക്കുക, വൺ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എടുക്കുക, എന്നിട്ട് n പാർട്ടിക്കിളിന് ചെയ്യാൻ ഓരോ പാർട്ടിക്കിളിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം, qn is equal to q1 raised to n എന്ന് എഴുതാം. ഓക്കെ, ഈ ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സം ഓവർ സ്റ്റേറ്റ്സ് ആണ്. സം ഓവർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഈ കേസിൽ ഡീജനറസി ഇല്ലാത്തതുകൊണ്ട് സം ഓവർ സ്റ്റേറ്റ്സ് ഇസ് ദ സെയിം തിങ് ആസ് സം ഓവർ എനർജി ലെവൽസ് ഓർ എനർജി ഐഗൻ വാല്യൂസ്. ഓക്കെ, സോ സം ഓവർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് സം ഓവർ എനർജി ലെവൽസ് ആണ്. സോ ഇറ്റ്സ് n equal to 0 to infinity e raised to minus beta n plus half h cross omega. ഓക്കെ, ഇനി സമ്മേഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. n equal to 0 ഇടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ദിസ് ബിക്കംസ് e raised to minus beta n equal to 0 ഇടുമ്പോൾ h cos omega by 2, ശരിയല്ലേ? പ്ലസ് n equal to 1 ഇടുമ്പോൾ ഈ സമ്മേഷന്റെ മീനിങ് ഇതാണല്ലോ അല്ലെ. n equal to 1 ഇടുമ്പോൾ എന്താ കിട്ടുന്നത്? e raised to ഇത് 3/2 ആവും അല്ലെ. n equal to 1 ഇടുകയാണെങ്കിൽ ഇത് 3/2 ആവും. മൈനസ് 3 beta h cos omega by 2. ഓക്കെ, n equal to 2 ഇടുകയാണെങ്കിലോ e raised to minus ഇത് എന്താണ് 5/2 അല്ലേ. 5/2 5/2 h cos omega plus etc. റൈറ്റ്. ഇനി ഇത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഒബ്വിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് e raised to minus beta h cos omega by 2 എന്നുള്ള ടേമിനെ പുറത്തെടുക്കാം. ദിസ് ഈക്വൽ ടു e raised to minus beta h cos omega divided by 2. ബാക്കിയുള്ളത് 1 പ്ലസ് ഇവിടെ ബീറ്റ എച്ച് കോസ് ഒമേഗ ബൈ 2 എന്നുള്ള പുറത്തെടുക്കുമ്പോൾ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഓക്കെ, അതായത് ഇവിടെ നമ്മൾ -1/2 ചെയ്താൽ മതി അല്ലേ. റേസ് ടു മൈനസ് ബീറ്റ എച്ച് കോസ് ഒമേഗ ബൈ 2 ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ബാക്കിയുള്ള ടേം സോ അതിൽ നിന്ന് 1/2 എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് കോസ് ഒമേഗ, ശരിയല്ലേ? റൈറ്റ്. ഈ ടേം പുറത്തെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് സബ്ട്രാക്ട് ദ power അല്ലേ. പവർ സബ്ട്രാക്ട് ചെയ്താൽ മതി. raised to a. Okay, so when you subtract the power, 3 beta h cos omega by 2 minus beta h cos omega by 2 എന്ന് പറയുന്നത് 2 beta h cos omega by 2 ആണ്. So that becomes beta h cos omega. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അടുത്ത ടേം എന്താണ് ആകുന്നത്? അടുത്ത ടേം ആകുന്നത് ഇവിടെ നമ്മൾ 5/2 നിന്ന് 1/2 എടുക്കുകയാണ്. സോ സിംപ്ലി ബിക്കംസ് 2 ബീറ്റ എച്ച് കോസ്, ഇവിടെ ബീറ്റ മെസ് ചെയ്തു, പ്ലസ് ഇ റേസ് ടു മൈനസ് 2 ബീറ്റ എച്ച് കോസ് ഒമേഗ പ്ലസ് അടുത്ത ടേം ഗസ് ചെയ്യാം -3 ബീറ്റ എച്ച് കോസ് ഒമേഗ എന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദാറ്റ്. ഓക്കെ, യു ക്യാൻ ചെക്ക് ദാറ്റ്. ഓക്കെ, ഇനി ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദിസ് എക്സ്പാൻഷൻ. ഓക്കെ, 1 minus x raised to -1 എന്ന് പറയുന്നത് 1 plus x square plus x cube plus x raised to 4 plus etc. എന്നുള്ളതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഓക്കെ, യു ക്യാൻ ചെക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ദിസ് ലുക്സ് ലൈക്ക് x, ദിസ് ഇസ് x square, ദിസ് x cube etc. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് e raised to minus beta h cos omega by 2 multiplied by 1 minus e raised to minus beta h cos omega all raised to -1. Okay, ഈ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട്.
Right? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ whole raised to minus 1 എന്ന് പറഞ്ഞാൽ it's equivalent to putting it in the denominator. That's why we have got the one particle partition function as e raised to minus half beta h cos omega divided by 1 minus e raised to minus beta h cos omega. I hope that's clear. ഇനി ഇതിനെ ചിലപ്പോ നമുക്ക് ഇതിനെ ഒരുപക്ഷെ ഈ രീതിയിൽ ഇത് വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ബട്ട് മേ ബി there's a convenient way of writing this. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ e raised to minus beta h cos omega അല്ലെങ്കിൽ e raised to minus half beta h cos omega കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ this becomes 1 divided by e raised to beta h cos omega by 2 അല്ലേ. നമ്മൾ 1 by e raised to minus beta h cos omega by 2 എന്ന് പറയുന്നത് e raised to beta h cos omega by 2 ആണ്. Minus e raised to this becomes minus, okay, ഈ ടേമിനെ e raised to minus half beta h cos omega കൊണ്ട് multiply becomes e raised to minus beta h cos omega by 2. Okay, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും e raised to minus beta h cos omega by 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. Okay, this looks like നമുക്കറിയാം e raised to x minus e raised to minus x അല്ലെ. e raised to x minus e raised to minus x by 2 എന്ന് പറയുന്നത് sin hx ആണ്. sin hx ആണ്. So this is e raised to x minus e raised to minus x എന്ന് പറയുന്നത് 2 sin hx ആണ് അല്ലെ. 2 sin hx ആണ്. So this is simply 1 by 2 sin h half beta h cos omega and inverse, okay, 1 by. Alright, ഇനി ഇത് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ you can write as inverse. അങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി ഇതിലേത് എക്സ്പ്രഷൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഉദാഹരണത്തിന് ചില ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ഏത് ഓപ്ഷൻസ് ആണ് വേണ്ടതനുസരിച്ച് ഇപ്പോൾ സൈൻ എച്ചിന്റെ കോസ് എച്ചിന്റെ ടേംസിലാണ് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ചിലപ്പോൾ ഇതായിരിക്കും കൺവീനിയൻറ്റ്. ഓക്കെ, നമുക്ക് ലോ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ എക്സ്പാൻഷൻ എടുക്കാൻ ചിലപ്പോൾ ഇതായിരിക്കും കൺവീനിയൻറ്റ്. ഓക്കെ, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. ഇത് 1 particle partition function ആണ്. n particle partition function എടുക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് q1 raised to n എന്ന് ചെയ്താൽ മതി. So this becomes 2 sin h half beta h cos omega raised to minus n അല്ലെങ്കിൽ e raised to minus n by 2 ഇതിനെ raised to power of n. Okay, e raised to minus n by 2 beta h cos omega 1 minus e raised to minus beta h cos omega raised to minus n. Okay, so ഇതിനെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്ന് എഴുതിയെന്ന് മാത്രം. Okay, 1 minus e raised to minus beta h cos omega raised to the power of minus n. So you've got the partition function. You've got the partition function. Okay, ഇനി ഇത് രണ്ടും ഉപയോഗിച്ചും നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. Okay, we'll just take this one. Okay, ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മറ്റേതും ഞാൻ എഴുതിയിട്ടുണ്ട്, but we'll check this one. ഇതാണ് നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ. അത് പാർട്ടീഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഇത് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇറ്റ്സ് എക്സാക്ട്ലി ഇൻ ദ സെയിം വേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടുത്തെ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ഓക്കെ, ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് മൈനസ് കെ ടി ലോഗ് ക്യു എൻ. ഓക്കെ, മൈനസ് കെ ടി ലോഗ് ക്യു എൻ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു പ്രോഡക്റ്റ് ആണുള്ളത്. അപ്പോൾ ലോഗ് ഓഫ് എ ബി എന്ന് പറയുന്നത് ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എൻ ബൈ 2 ബീറ്റ എച്ച് കോസ് ഒമേഗ പ്ലസ് ഈ ടേമിന്റെ മാത്രം ലോഗ് എടുക്കുക. ഓക്കെ, മൈനസ് ഈ ഇല്ലാതെ നമുക്കറിയാം ലോഗ് എ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എക്സ് ലോഗ് എ ആണെന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ടേമിന്റെ ലോഗ് മാത്രം എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് മൈനസ് എൻ ഓക്കെ ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ക്രോസ് ഒമേഗ. ഓക്കെ, ഇനി മൈനസ് കെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി കിട്ടും. സോ കെ ടി മൈനസ് കെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇങ്ങനെ കിട്ടും. ദാറ്റ്സ് അവർ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ ഹാഫ് എച്ച് ക്രോസ് ഒമേഗ. ഓക്കെ, നമുക്കറിയാം ഈ കെ ടി ഇവിടെ ഉണ്ട്. ബീറ്റ എന്ന് പറയുന്നത് 1 by kt ആണ്. സോ യു ക്യാൻ ക്യാൻസൽ ദം. സോ ഇറ്റ്സ് ഹാഫ് എൻ ഇസ് എൻ മൾട്ടിപ്ലൈഡ് ബൈ ഹാഫ് എച്ച് ക്രോസ് ഒമേഗ പ്ലസ് കെ ടി ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ക്രോസ് ഒമേഗ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി. എൻട്രോപ്പി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് ഡോ എഫ് ബൈ ഡോ ടി, ഈ കേസിൽ മൈനസ് ഡോ എ ബൈ ഡോ ടി. ഇത് രണ്ടും ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എയും എഫും. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ എളുപ്പമാണ്. ഈ ടേമിന് പ്രത്യേകിച്ച് ഫാക്ട് ഇതൊന്നുമില്ല. ഈ ടേം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് കെ മൾട്ടിപ്ലൈഡ് ബൈ ലോഗ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ബീറ്റ എച്ച് ക്രോസ് ഒമേഗ എന്നൊരു ടേം ഉണ്ടാവും. ഓക്കെ,
അതുപോലെ തന്നെ അപ്പോൾ ഈ ടേം നോക്കുകയാണെങ്കിൽ k multiplied by ഇവിടെ n ഉണ്ട് അല്ലേ, k multiplied by log 1 minus e raised to minus beta h cos omega എന്നൊരു ടേം ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലസ് kt multiplied by നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 1 by 1 minus e raised to minus beta h cos omega എന്നൊരു ടേം ഉണ്ടാവും. അതുപോലെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇതിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിന്റെ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. റൈറ്റ്, അപ്പോൾ എൻട്രോപ്പി കിട്ടി. യു ഹാവ് ടു ചെക്ക് ദിസ്. ഓക്കെ, ഇത് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ ട്രൈ ദിസ്. റൈറ്റ്, ഇനി ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് A+TS എന്ന രീതിയിൽ എഴുതി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് ഇത് സൈൻ എച്ചിന്റെ, ഇപ്പൊ നമ്മൾ രണ്ട് എക്സ്പ്രഷൻസ് ഇവിടെ എല്ലാം എഴുതി വരുന്നുണ്ട്. ഇത് സൈൻ എച്ചിന്റെ ഈ ടേം ഉപയോഗിച്ച് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ കിട്ടുക, ഈ ടേം ഉപയോഗിച്ച് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇത് രണ്ട് നമ്മൾ എഴുതി വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ദീസ് ആർ ദ സെയിം. ഓക്കെ, ദീസ് ആർ ഇക്വിവാലന്റ്. ഇനി സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്, കാരണം നമുക്ക് ലിമിറ്റ് ഒക്കെ എടുക്കാണ്ട്. സോ ദിസ് ഈസ് ഈസിയർ. സോ ഡോ യു ബൈ ഡോ ടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ദിസ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 1/x എന്നുള്ള രീതിയിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 1 - 1/x² എന്നുള്ള രീതിയിലുള്ള ഫംഗ്ഷൻ വരുന്നത്. ഇനി ഇതിന്റെ ഇത് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കിട്ടി. ഇനി ഇതിന്റെ ലോ ടെമ്പറേച്ചർ ലിമിറ്റും ഹൈ ടെമ്പറേച്ചർ ലിമിറ്റും എടുക്കണം. അത് നമ്മൾ നേരത്തെ 2 ലെവൽ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ചെയ്ത എക്സാക്ട്ലി സെയിം സ്റ്റെപ്സ് ആണ്. ഇറ്റ്സ് എക്സാക്ട്ലി ദ സെയിം സ്റ്റെപ്സ്. ഓക്കെ, ഈ ബീറ്റ എന്ന് പറയുന്നത് h cos omega by kt എന്നുള്ളതാണ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ h cos omega by kt എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ e raised to h cos omega by kt എന്ന് പറയുന്നത് ഇതിന്, ഓക്കെ, ഫോർ ലോ ടെമ്പറേച്ചർ ഇതിനെ നമുക്ക് വെറുതെ e raised to 2 beta h cos omega എന്ന് എഴുതാം. Okay, so ഇത് e raised to beta h cos omega divided by e raised to 2 beta h cos omega now. So that becomes, this term will simply become e raised to minus beta h cos omega. Okay, that will simply become e raised to minus beta h cos omega. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഹൈ ടെമ്പറേച്ചർ ലിമിറ്റ് എടുക്കുകയാണെങ്കിൽ h cos omega by kt is much less than 1 എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ എക്സ്പോണൻഷ്യൽ e raised to x is equal to 1 plus x plus x² എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാണ്. ഇനി ഇത് മച്ച് ലെസ് ദാൻ 1 ആയത് കാരണം വി ക്യാൻ സിംപ്ലി ലീവ് ദിസ്. അപ്പോൾ ഇവിടെ 1 - 1, നേരത്തെ കേസിൽ 1 ആയിരുന്നു, ഇവിടെ -1 കൂടെ ഉണ്ട്. 1 - 1 0 ആയതുകൊണ്ട് നമുക്ക് 0 എടുക്കാനില്ല. സോ യു ടേക്ക് ദ നെക്സ്റ്റ്, the lowest term in this, so it becomes h cos omega by 2 kt square. All right, okay, h cos omega by 2 kt square. Okay, ഇവിടെ നമുക്ക് h cos omega by kt is much less than 1. All right, അപ്പോൾ ഇവിടെ നമ്മൾ 1 മാത്രം എടുത്താൽ മതി. But here you take the next best term. All right, and you will get an expression. Okay, you can complete that. Okay, all right, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം. Okay, this is much less than 1. ഇവിടെ -1 ഉണ്ടായിരുന്നു, ശരിയല്ലേ? ഇവിടെ -1 ഉണ്ടായിരുന്നു, ഇവിടെ -1 ഉണ്ട്. So this becomes nk. Okay, this is 1 divided by h cos omega by 2 kt square. Okay, ഇതാണ് നമ്മുടെ ഹൈ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പ്രോബ്ലം ലീനിയർ പൊട്ടൻഷ്യൽ എന്ന പ്രോബ്ലം ആണ്. ലീനിയർ പൊട്ടൻഷ്യൽ. ഇത് വരെ ചെയ്ത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ 2 ലെവൽ സിസ്റ്റം ചെയ്തു. ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഹാർമോണിക് ഓസിലേറ്ററിന് ഉണ്ടായിരുന്നത്. അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കി സ്റ്റെപ്സ് മുൻപത്തെ പ്രോബ്ലത്തിൽ അതേപോലെ തന്നെയാണ്. ഇനി കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഒരു ഡിസ്ക്രീറ്റ് സിസ്റ്റം ആയിരുന്നു. ഇനി ഒരു കണ്ടിന്യൂസ് സിസ്റ്റം നമുക്ക് നോക്കാം. A particle is confined to the region x greater than or equal to 0. Okay, you have to note this thing. Okay, it's confined to the region x greater than or equal to 0. So it's one-dimensional by a potential which increases linearly. Okay, increases linearly. The x increasing, but potential increasing. Find the mean position of the particle at temperature T. Find the mean position of the particle at temperature T. So നമ്മൾ യൂഷ്വലി മീൻ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ എന്താണ് എന്ന് ഇനീഷ്യലി ആലോചിക്കണം. അങ്ങനെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് പ്രോബബിലിറ്റി, ഫേസ് സ്പേസ് ഡെൻസിറ്റി എന്ന കാര്യം അറിയാം. ഓക്കെ, ഫേസ് സ്പേസ് ഡെൻസിറ്റി എന്നുള്ള കാര്യം അറിയാം. സോ യു മൾട്ടിപ്ലൈ എക്സ് വിത്ത് ദ കറസ്പോണ്ടിങ് ഫേസ് സ്പേസ് ഡെൻസിറ്റി. ഓക്കെ, add all of them, in this case integrate all of them, divide it by the normalization factor, and you will get the average T.
Okay, നമുക്കറിയാം ഫേസ് സ്പേസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇതിന് പ്രൊപ്പോർഷണൽ ആണ്. നമുക്കറിയാം ഫേസ് സ്പേസ് ഡെൻസിറ്റി ഇസ് പ്രൊപ്പോർഷണൽ ടു e raised to minus beta h. Okay, phase space density is proportional to e raised to minus beta h. Okay, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ h എന്ന് പറയുന്നത് p square by 2m plus u0x എന്നുള്ളതാണ്. Okay, e raised to minus beta h becomes like that. All right. Okay. Alright, phase space density എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്റഗ്രൽ ആവശ്യമില്ല. അത് നമ്മൾ നോർമലൈസ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എടുത്താൽ മതി. ഓക്കെ, ഇത് പാർട്ടീഷൻ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിലാണ് ഇവിടെ ഇന്റഗ്രേഷൻ ആവശ്യമായിട്ട് വരിക. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ പ്രോബബിലിറ്റി പി ഓഫ് എക്സ് ഇന്റഗ്രേറ്റ് ഓവർ ഓൾ ഫേസ് സ്പേസ്. ഓൾ ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ഓവർ ദ അലൗഡ് റീജിയൺ ഓഫ് ഫേസ് സ്പേസ്. ഇത് ക്ലിയർ ആണെന്നും നമ്മൾ ഇത് ഇത്ര കാലമായിട്ട് എഴുതിക്കൊണ്ടുവരുന്ന ഫോർമുല തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 dimensional ഫേസ് സ്പേസ് ആണ്. 1 dimensional സിസ്റ്റം ആകുമ്പോൾ ഫേസ് സ്പേസ് 2 dimensional ആണ്. ഓക്കെ, സോ യു ടേക്ക് എക്സ് മൾട്ടിപ്ലൈ ടു ദ പ്രോബബിലിറ്റി e raised to minus p square by 2 mkt multiplied by e raised to ഈ സാധനം എന്ന് പറയുന്നത് e raised to minus beta h എന്നുള്ള ടേം തന്നെയാണ്. ഓക്കെ, ഇനി ഇന്റഗ്രേഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. കാരണം ഇതിൽ പൊസിഷന്റെ ടേംസ് ഒന്നും വരുന്നില്ല, ഇതിന്റെ മൊമെന്റം ടേംസ് ഒന്നും ഇതിലും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇത് നോർമലൈസേഷൻ ഫാക്ടർ ആണ്. ഓക്കെ, ഇത് പ്രൊപ്പോർഷണൽ ടു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നോർമലൈസേഷൻ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും പേടിക്കണ്ടായി, ഈ നോർമലൈസേഷൻ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ഇന്റഗ്രൽ ഓവർ ഓൾ അലൗഡ് ഫേസ് സ്പേസ് ഓഫ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് അല്ല റോ ഓഫ് എക്സ് കൊമ പി. ഓക്കെ, അതാണിത്. ഓക്കെ, ദിസ് ഇസ് സിംപ്ലി integral e raised to minus beta h over all phase space. All right. Okay, clear ആണെന്ന് കരുതുന്നു. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇന്റഗ്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ഉണ്ട്. സോറി, ഇവിടെ ഒരു മൊമെന്റം ഇന്റഗ്രേഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ പൊസിഷൻ ഇന്റഗ്രേഷൻ ഒന്നും കടന്നു വരില്ല. ഈ മൊമെന്റ് ഇന്റഗ്രേഷൻ മാത്രം നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതേ സാധനം ഇവിടെ ഉണ്ട് അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സാക്ട്ലി സെയിം നമ്പർ ആണ് കേട്ടോ. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുപോലും വേണ്ട, യു കൻ ഡയറക്ട്ലി ക്യാൻസൽ ഇറ്റ്. ഓക്കെ, ബാക്കിയുള്ളത് ഇന്റഗ്രൽ 0 to infinity x e raised to minus u0x by kt dx divided by integral 0 to infinity e raised to minus u0x by kt dx. Okay, that's it. ഇനി ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്താൽ മതി. വി സേ ദാറ്റ് u0x by kt is equal to t. use some other variable. അങ്ങനെയാണെങ്കിൽ dx, അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് this means that x is equal to kt by u0 multiplied by t. Okay, dx എന്ന് പറയുന്നത് kt by u0 multiplied by dt. ഓക്കെ, ഇതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സിന് പകരം kt by u0 t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അതുപോലെ dx ഇവിടെയല്ലുള്ളത്, ഇവിടെയാണ്. ഓക്കെ, ഈ dx-ന് പകരം kt by u0 dt എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് kt by u0 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, kt by u0 സ്ക്വയർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓൾറൈറ്റ്, അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു kt by u0 എന്ന് കിട്ടും. ഓക്കെ, കാരണം ഇവിടെ എക്സ് ഇല്ല, ഇവിടെ dx മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു kt by u0 എന്ന് കിട്ടും. നൗ യു ഇന്റഗ്രേറ്റ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നോർമലി ഇതിന്റെ ലിമിറ്റ് നമ്മൾ എടുക്കുമ്പോൾ മൊമെന്റം ഗോസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആൻഡ് പൊസിഷൻ. ഓക്കെ, ഓൾ ഫേസ് സ്പേസ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് അലൗഡ് റീജിയൻ ഓഫ് ഫേസ് സ്പേസ് കറസ്പോണ്ട്സ് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ അലൗഡ് റീജിയൻ ഓഫ് ഫേസ് സ്പേസിൽ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ യു ഇന്റഗ്രേറ്റ് ഫ്രം 0 to infinity. ഓക്കെ, 0 to infinity ഇന്റഗ്രേറ്റ് ചെയ്യാണ്. t e raised to minus t dt. ഓക്കെ, ഈ ഇന്റഗ്രേഷൻ എളുപ്പമാണ്. ഇത്ര ഇന്റഗ്രേഷൻസ് ഈസിയാണ്. t e raised to minus t dt. ഓക്കെ, e raised to minus t വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. യൂഷ്വലി നമ്മൾ ഇതിന് പ്രോഡക്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ ഇങ്ങനെയുള്ള e raised to minus t വരുമ്പോൾ ഇങ്ങനെയുള്ള ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും. കാരണം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ t d of e raised to minus t എന്ന് എഴുതാം. ഓക്കെ, d of e raised to minus t എന്ന്. കാരണം d of e raised to minus t എന്ന് പറയുന്നത് e raised to minus t minus e raised to minus t dt എന്നാണ്. അപ്പോൾ ഒരു മൈനസും കൂടാണ് അല്ലേ? ഇത് ക്ലിയർ ആയെന്ന് എഴുതുന്നു. കാരണം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന e raised to minus t dt എന്നുള്ളതിന് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെറിവേറ്റീവ് ഓഫ് e raised to minus t അല്ലെങ്കിൽ മൈനസ് d of e raised to minus t എന്ന് എഴുതും. ഓക്കെ, ഇപ്പൊ ഇത് ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 0 to infinity. ഇപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഏത് ഫോമിലാണ്? ദിസ് ഓഫ് ദ ഫോം
integration of u dv. Integral u dv എന്ന് പറയുന്നതിന് സിമ്പിൾ ഫോർമുല ഇന്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെയാണ്. ഈ ഫോമിൽ നമുക്ക് എഴുതാൻ കഴിയുമെങ്കിൽ ക്യാൻ സിംപ്ലി റൈറ്റ് as uv മൈനസ് ഇന്റഗ്രൽ v du. ഓക്കെ, അപ്പോൾ ഈ ഇന്റഗ്രേഷൻ ഇങ്ങനെയാവും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റിനെ ഇന്റർചേഞ്ച് ചെയ്ത് തന്നെ പ്ലസ് ആക്കാം. ഓക്കെ, പിന്നെ നമ്മൾ മൈനസ് സൈൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റിനെ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റി ടു 0 ടി ഡി ഓഫ് ഇ റേസ് ടു മൈനസ് ടി. ഓക്കെ, ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ വളരെ സിമ്പിൾ ആണ്. യു വി മൈനസ് ഇന്റഗ്രൽ വി ഡി യു. ഇതാണ് യു, ഇതാണ് ഡി വി. ഓക്കെ, യു വി എന്ന് പറയുന്നത് ടി ഇ റേസ് ടു മൈനസ് ടി infinity to 0 minus integral v du. Okay, e raised to minus t dt. Okay, what's this? This is 0 അല്ലേ? കാരണം 0 ഇട്ട് കഴിയുമ്പോൾ 0 ആണ്, ഇവിടെ ഇൻഫിനിറ്റി ഇട്ട് കഴിയുമ്പോൾ ഇത് 0 ആണ്. So this term simply is 0. So this is minus integral infinity to 0 e raised to minus t dt. e raised to minus t നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? You get e raised to minus t എന്ന് പറയുന്നത് e raised to minus t തന്നെയാണ്, but you get minus n because there's minus here. This becomes a plus. So it is e raised to minus t infinity to 0. Okay, so ഇവിടെ 0 ഇടുകയാണെങ്കിൽ 1 കിട്ടും, 1 infinity. So this numerator is simply 1. Okay, in the same way ഇവിടെ നമ്മൾ ഓൾറെഡി ഇത് ചെയ്തു കഴിഞ്ഞാണ്. In the same way you get 1 here also. Okay, it's exactly the same way. Okay, so final answer is simply kbt by u square, kbt by divided by kbt by u. So it's simply kbt divided by u. Okay, ഇത് ശ്രദ്ധിക്കുക, ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ സ്റ്റെപ്സ് എലാബറേറ്റ് ചെയ്ത് നോക്കാം, പക്ഷേ ഇതൊരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു എക്സാമിന് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. ഇത്തരം പ്രോബ്ലംസ് ആണ് നമ്മൾ പൊതുവെ കാനോനിക്കൽ എൻസംബിൾ ഭാഗം അതുമായിട്ട് ബന്ധപ്പെട്ട് നെറ്റ് എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രോബ്ലംസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Okay, you just need to know what to do. Okay, ഇപ്പോൾ 1-2 പ്രോബ്ലം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ലിമിറ്റ് എടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുത്ത് യു ബി മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഓക്കെ, ലിമിറ്റ് എടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അലൗഡ് റേഞ്ച് ഏതാണെന്ന് നോക്കണം. ഓക്കെ, അതുപോലെ ആവറേജ് വാല്യൂ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരണം. That's why we need to practice with these sorts of things. All right. Okay. We have time to move on to another problem. It's gravitational field. Consider a system of n particles, each of mass m, enclosed in an infinitely long cylindrical container placed in a uniform gravitational field. The system is in thermal equilibrium. Obtain expressions for the classical partition function. Okay, the same story. Helmholtz free energy, entropy, internal energy, specific heat of the system. Okay. ഇപ്പോൾ ഇവിടെ നമ്മുടെ സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്മുടെ സിലിണ്ടർ ഇൻഫിനിറ്റ് സിലിണ്ടർ ആണ്. നമുക്ക് അസ്യൂം ചെയ്യാം ഇൻഫിനിറ്റ് സിലിണ്ടർ എന്ന് പറയുന്നത് z ആക്സിസിലാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് അസ്യൂം ചെയ്യാം. ഓക്കെ, ദിസ് ഇൻഫിനിറ്റ് സിലിണ്ടർ ഈസ് ഓറിയന്റഡ് along the z ആക്സിസ്. ഓക്കെ, റൈറ്റ്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ബേസ് ഓഫ് ദ പ്ലെയിൻ നമുക്ക് z equal to 0 എന്ന് എടുക്കാം. റൈറ്റ്, യൂണിഫോം ദ സിസ്റ്റം ഈസ് ഇൻ ഇൻഫിനിറ്റ്ലി ലോങ് സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. സിലിണ്ടറിക്കൽ കണ്ടെയ്നറിന്റെ ബേസ് നമുക്ക് 0 z equal to 0 എന്ന് എടുക്കാം. ഈ പോയിന്റിനെ തന്നെ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്ന പോയിന്റ് ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി n ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈച്ച് ഓഫ് ദ പാർട്ടിക്കിൾ മൂവ്. We assume that there is no information about any interparticle interaction. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് പറയുന്നില്ല. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റി പറയുന്നില്ലെങ്കിൽ തന്നെ സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. Then you can raise it to the power of n and you'll get the n particle partition function. Okay, അപ്പോൾ സിംഗിൾ പാർട്ടിക്കിൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പ്ലസ് mgz. z 0 നിന്നാണെന്ന് പറഞ്ഞു. ഇനി പാർട്ടീഷൻ ഫംഗ്ഷൻ 1 പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ z1 is equal to, ഇവിടെ നമ്മൾ നമ്മുടെ ഗിബ്സ് ഫാക്ടർ അല്ല, നമ്മൾ ഫേസ് സ്പേസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫേസ് സ്പേസിൽ ഒരു സിസ്റ്റം ഒരു മൈക്രോ സ്റ്റേറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന വോള്യൂം ആണ് h³ എന്ന് പറയുന്നത്. അത് അവിടെ ഇടണം 1 പാർട്ടിക്കിൾ സിസ്റ്റം. And then there are 3 integrals over momentum and 3 integrals over position. Okay, and integrate ചെയ്യുന്നത് ഈ ഫാക്ടർ നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. e raised to minus px² plus py² plus pz² divided by 2mkt. Okay, e raised to minus mgz dx dy dz. Okay, all integration factors. നമ്മൾ നോക്കുകയാണെങ്കിൽ dx dy ഇന്റഗ്രേഷൻ ട്രിവിയൽ ആണ് അല്ലേ?
കാരണം ഇതിലെവിടെയും എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ഇല്ല. സോ ദിസ് സിംപ്ലി വിൽ ഗിവ് യു ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് യുവർ സിലിണ്ടർ, റൈറ്റ്? ഇതിനെ നമുക്ക് സിഗ്മ എന്ന് എഴുതാം. ആ സിഗ്മയാണ് ഇവിടെ വരുന്നത്, ശരിയല്ലേ? കാരണം ഇതാണ് നമ്മുടെ XY പ്ലെയിൻ. നമ്മൾ ഇഫ് യു ജസ്റ്റ് ഇന്റഗ്രേറ്റ് ഓവർ dx and dy, what you get is the area of cross section of your cylinder like this. Okay, സിലിണ്ടർ ഇങ്ങനെയാണുള്ളത്, z ഡയറക്ഷനിലാണ് അതിന് എക്സ്റ്റൻഷൻ ഉള്ളത്. നമ്മൾ ഇന്റഗ്രൽ dx dy എന്ന് മാത്രം ചെയ്ത് കഴിയുമ്പോൾ യു ആർ സിംപ്ലി ഗെറ്റിംഗ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിന് നമ്മൾ സിഗ്മ എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, ആ സിഗ്മ ഇവിടെ എഴുതി. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇവിടെ ഉള്ളത് ആക്ച്വലി 3 സെപ്പറേറ്റ് ഇന്റഗ്രൽസ് ആണ്. ആക്ച്വലി 4 ഉണ്ട്. നമുക്ക് ആദ്യം മൊമെന്റം ഇന്റഗ്രൽസ് നോക്കാം. മൊമെന്റം ഇന്റഗ്രൽസ് എല്ലാം ഒരേ ഫോമിലാണുള്ളത്. ഇറ്റ്സ് e⁻⁻ px² divided by 2mkt, റൈറ്റ്, dpx. ഈ രീതിയിലുള്ള 3 ഇന്റഗ്രലാണ്. എക്സാക്ട്ലി സെയിം ആണ്. കാരണം pxന്റെ റേഞ്ച് -∞ to ∞ ആണ്, pyയുടെ റേഞ്ച് -∞ to ∞ ആണ്, pzന്റെ റേഞ്ച് -∞ to ∞ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഈ ഫോമിലുള്ള 3 ഇന്റഗ്രൽസ് ആണ്, ശരിയല്ലേ? ഇന്റഗ്രൽ -∞ px² by 2mkt dpx multiplied by -∞ py² by 2mkt dpy. എക്സാക്ട്ലി. ഓക്കെ, ഇതിന്റെ എല്ലാം വാല്യൂ സെയിം ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇന്റഗ്രൽ മാത്രം നോക്കാം. ഇത്ര ഇന്റഗ്രൽസ് നമുക്കറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്റഗ്രൽ dx e⁻⁻ax² എന്ന് പറയുന്നത് √π/a ആണ്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, ഗോഷ്യൻ ഇന്റഗ്രൽ ആണ്. ഞാൻ പറഞ്ഞിരുന്നു പല രീതിയിൽ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാം, ബട്ട് ഇത് ഓർമ്മിച്ച് വെക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് നമുക്ക് ഒരുപക്ഷെ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഇത് എങ്ങനെയാണ് റിസൾട്ട് വന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. നമ്മൾ ഗാമ ഫംഗ്ഷൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഗാമ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യും. യു ക്യാൻ ചെക്ക് ദാറ്റ്. ഇതാണ് ആൻസർ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് 1/2mkt ആണ്, അല്ലെ? ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്കുള്ളത് 1/2mkt ആണ്, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് √π. ഓക്കെ, അപ്പോൾ ഇവിടെ divided by 1/2mkt. സോ ദിസ് ഇസ് 2mkt π, അല്ലെ 2mπkt എന്നാണ് ഈ ഇന്റഗ്രലിന്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇതുപോലെ 2 ഇന്റഗ്രലും കൂടെ ഉണ്ട്. സോ യു സിംപ്ലി ഹാവ്, ഇത് സ്ക്വയർ റൂട്ട് ആണ്, നമുക്കിങ്ങനെ ⁻² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആകെ നമുക്കുള്ള 3 ഇന്റഗ്രൽസ് ആണ്. ദേ ഓൾ വിൽ ഗിവ് യു എക്സാക്ട്ലി സെയിം റിസൾട്ട് 2πmkt⁻⁴. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2πmkt⁻³ എന്ന് കിട്ടും. ഈ h³ എന്നുള്ളതിനെ നമുക്ക് ഇതിലേക്ക് അബ്സോർബ് ചെയ്ത് ഇവിടെ എഴുതാം. h³ എന്ന് പറയുന്നതിന് h²⁻³ എന്ന് എഴുതാം. ഓക്കെ, അതെല്ലാം ഇവിടെ അബ്സോർബ് ചെയ്ത് എഴുതും. ഇനി നമുക്ക് ബാക്കിയുള്ള ആകെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് e⁻⁻mgz/kt dz എന്നുള്ളതാണ്. e⁻⁻mgz/kt dz. ഇത് നമ്മുടെ യൂഷ്വൽ e⁻⁻ax ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, അത് പറയേണ്ട ആവശ്യം തന്നെ ഇല്ല, നമുക്കറിയാം. e⁻⁻ax dx എന്ന് പറയുന്നത് -e⁻⁻ax divided by a. And then you apply the limit. Okay, നമുക്കറിയാം നമ്മൾ ഇവിടെ ലിമിറ്റ് എടുത്തേക്കും 0 to ∞ ആണ്. ഓക്കെ, അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 1 പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് σkt/mg 2πmkt/h²⁻³ So we've got the 1 particle partition function. ഓക്കെ, ഇനി n പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആണെങ്കിൽ ഇവിടെ 1/n⁴ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ഗിബ്സ് ഫാക്ടർ ആണ്. സോ ഇറ്റ്സ് 1/n⁴ z1⁻n. നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ട ഫോർമുലയാണത്, അല്ലെ? 1 ഇൻഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ n പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ n divided by n⁴ എന്നുള്ളതായിരിക്കും. This is 1/n⁴. That's it. Okay, just raise this thing to the power of n. Okay, 3n/2. ഇനി ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി F of the system, ഇതിന്റെ -kT log Zn, -kT log Zn. റൈറ്റ്, അപ്പോൾ ഇവിടെ നമ്മളിത് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ പറയാം. -kT log Zn, അല്ലേ? അപ്പോൾ ഇവിടെ ഇത് നോക്കുകയാണെങ്കിൽ -kT, ഓക്കെ, log, നമുക്ക് ആദ്യം ഈ ന്യൂമറേറ്ററിന്റെ ലോഗ് എടുക്കാം. ഇവിടെ 1/n⁴ ഉണ്ട്. അതിന് നമുക്ക് സ്റ്റേർലിംഗ് ഫോർമുല അല്ലെ സ്റ്റേർലിംഗ് അപ്രോക്സിമേഷൻ ഉപയോഗിക്കണം. ഇതിന് -kT log, ഓക്കെ, അപ്പോൾ ഇത് -kT ന്യൂമറേറ്റർ ആയിട്ട് ഈ ടേമിന് മുഴുവൻ എടുക്കാം.
ഓക്കെ, അപ്പോൾ ഈ n ഇവിടെ n ഉണ്ട്, ഇവിടെ n ഉണ്ട്. സോ ഈ നമുക്കറിയാം x raised to n ആണെങ്കിൽ എൻ്റെ ലോഗ് എടുക്കുമ്പോൾ n log x എന്ന് വരും. അപ്പോൾ ഇവിടെ n വരും. ബാക്കിയുള്ളത് log നമുക്കിങ്ങനെ എഴുതാം സിഗ്മ kbt by mg, okay, multiplied by 2 pi mkt divided by h square raised to 3/2. Okay, ആ ടേമാണ് ഇവിടെ നമുക്കുള്ളത്. ഓക്കെ, മൈനസ് nkt log സിഗ്മ kt by mg. ഓക്കെ, സിഗ്മ kt by mg. ഇവിടെ n വന്നിട്ടില്ല, n വരാനുണ്ട്, നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ഓക്കെ, 2 pi mkt h square raised to 3/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൈനസ് ലോഗ് n ഫാക്ടോറിയൽ, ഇവിടെ ഒരു ടേം കൂടെ ഉണ്ട് അല്ലേ, മൈനസ് ലോഗ് n ഫാക്ടോറിയൽ. ഇനി ലോഗ് n ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു n log n മൈനസ് n, സ്റ്റേർലിംഗ് ഫോർമുല. റൈറ്റ്, സോ മൈനസ് n log n ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് n log n മൈനസ് n log n. ഓക്കെ, kt കൊണ്ട് മൾട്ടിപ്പിൾ ആണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് kt n log n minus n. Okay, so that becomes plus nkt, plus nkt. ഇവിടെ ഒരു പ്ലസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ktn പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ഈ രണ്ട് ടേംസിനെ കമ്പൈൻ ചെയ്യാം. കാരണം ഇത് kt എന്നുള്ള പുറത്തെടുക്കുകയാണെങ്കിൽ you have got ktn എന്നുള്ളതിനെ പുറത്തെടുക്കുകയാണെങ്കിൽ you have got this term minus log of something minus log n. ഓക്കെ, നമുക്ക് log of a by b എന്നുള്ള ടേമിൽ എഴുതാം. അങ്ങനെയാണ് ഈ n ഇവിടെ വരുന്നത്. ഈ n അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി നേരുന്നു. നമ്മൾ സ്റ്റേർലിംഗ് അപ്രോക്സിമേഷൻ ഉപയോഗിച്ചാണ്. ഓക്കെ, ബാക്കി വന്ന ഈ ടേമാണ് ഈ പ്ലസ് nkt. ഒക്കെ ഇപ്പോൾ ചില കാൽക്കുലേഷനിൽ ഈ പ്ലസ് nkt എന്നുള്ളതിനെയും കൂടെ നെഗ്ലക്ട് ചെയ്ത് കാണാറുണ്ട്. നമുക്ക് തൽക്കാലം ഇതും കൂടെ എഴുതാം. നമുക്ക് നമ്മുടെ ഫൈനൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്റേണൽ എനർജി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് അപ്പിയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്കിങ്ങനെ എഴുതാം. ഓക്കെ, പ്ലസ് nkt. ഇത് ക്ലിയർ ആയി നേരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ ലോഗ് എടുത്തു നമ്മൾ സ്റ്റേർലിംഗ് അപ്രോക്സിമേഷൻ എടുത്തു. സ്റ്റേർലിംഗ് അപ്രോക്സിമേഷൻ ഉപയോഗിച്ചിട്ട് ഈ ടേമിനെ വീണ്ടും കമ്പൈൻ ചെയ്തു. കാരണം ദിസ് ഇസ് സംതിങ് ലോഗ് ഓഫ് സംതിങ് മൈനസ് ലോഗ് ഓഫ് ലെറ്റ്സ് സേ ലോഗ് ഓഫ് എ. ഇതിനെ എ എന്ന് വിളിക്കുകയാണെങ്കിൽ ലോഗ് ഓഫ് എ മൈനസ് ലോഗ് ഓഫ് എൻ എന്നുള്ള ടേമിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ലോഗ് ഓഫ് എ ബൈ എൻ എന്ന് എഴുതാം. ആ ലോഗ് ഓഫ് എ ബൈ എൻ, അങ്ങനെയാണ് ഈ എൻ ഇവിടെ വന്നത്. റൈറ്റ്, ഇനി ഇതിന്റെ എൻട്രോപ്പി ആണെങ്കിൽ ടേക്ക് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി വിത്ത് മൈനസ് സൈൻ. ഓക്കെ, അത് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലധികം ടേംസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ടേമിനെ സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കാം. ഇവിടെയുള്ള ടി റേസ് ടു 3/2 പ്ലസ് 1 എന്നുള്ളതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ടി റേസ് ടു 5/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യാം. ആദ്യം ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതിനെ സെയിം ആയിട്ട് തന്നെ നിർത്തുക. അത് കഴിഞ്ഞ് ഇതിനെ സെയിം ആയിട്ട് തന്നെ നിർത്തിയിട്ട് ഈ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടിയുടെ ഫംഗ്ഷൻ അല്ലെ ടിയുടെ ഡിപ്പെൻഡൻസ് നമുക്ക് ടി റേസ് ടു 5/2 എന്ന് എഴുതുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു എക്സ്ട്രാ പ്ലസ് 5/2 nkt പ്ലസ് nk എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതിൽ നിന്നാണ്. പ്ലസ് nk. ഇനി ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് U = F + TS. ഓക്കെ, A + TS. അത് ചെയ്ത് കഴിയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് കാണുന്നത്. നമുക്ക് ബാക്കി വരുന്ന ടേം ഇത് മാത്രമാണ്. ബാക്കി ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തു. കാരണം നമ്മൾ TS-നെ T കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ nkt വരും. ആ nkt ഈ nkt ആയിട്ട് ക്യാൻസൽ ചെയ്യും. അതുപോലെ T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ടേമും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യും. ബാക്കി നമുക്ക് വരുന്നത് 5/2 nkt എന്നുള്ളതാണ് ഇന്റേണൽ എനർജി. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ you just do dou U by dou T. So this is simply 5/2 nk. Okay, kb or k. That's a Boltzmann constant. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തേക്ക് സമയം അവസാനിച്ചു എന്ന് തോന്നുന്നു. We'll continue in the next class. Okay, thank you.